പ്രിയമുള്ള സുഹൃത്തുക്കളെ, സമകാലികത്തിൻ്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് കേരള സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന ഭക്ഷ്യക്കിറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള 4 മാസങ്ങളിലെ ഭക്ഷ്യക്കിറ്റിൽ ഒക്ടോബർ മാസത്തിലെ ഭക്ഷ്യക്കിറ്റ് വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം മഞ്ഞ കളർ റേഷൻ കാർഡ് ഉടമകൾക്കും, പിന്നീട് പിങ്ക് കളർ റേഷൻ കാർഡ് ഉടമകൾക്കും, പിന്നീട് നീല കളർ റേഷൻ കാർഡ് ഉടമകൾക്കുമാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇനി 4ാം ഘട്ടത്തിൽ വെള്ള കളർ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഭക്ഷ്യക്കിറ്റ് വിതരണം നാളെ മുതൽ റേഷൻ കടകളിലൂടെ വിതരണത്തിനൊരുങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റാണ്. ഇനി നവംബർ 20-ന് ശേഷം ആദ്യം മഞ്ഞ, പിങ്ക്, നീല, വെള്ള എന്നീ റേഷൻ കാർഡ് ക്രമങ്ങളിൽ റേഷൻ കാർഡിൻ്റെ അവസാന നമ്പർ അടിസ്ഥാനത്തിൽ നവംബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഒക്ടോബർ മാസത്തിലെ സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ വെള്ള കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് നാളെ മുതൽ, അതായത് 11/11/2020 മുതൽ റേഷൻ കടകളിലൂടെ വിതരണം ആരംഭിക്കുമ്പോൾ റേഷൻ കാർഡിൻ്റെ അവസാന നമ്പർ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങേണ്ടത്. അപ്പോൾ ഈ നമ്പർ അടിസ്ഥാനത്തിൽ ആരെല്ലാം ഏതെല്ലാം തീയതികളിലാണ് റേഷൻ കടകളിൽ പോകേണ്ടത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതായത് വെള്ള കളർ റേഷൻ കാർഡിൻ്റെ അവസാന നമ്പർ 012 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നവർ 11/11/2020-നും 345 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്നവർ 12/11/2020-നും 6789 എന്നീ നമ്പറുകളിൽ അവസാനിക്കുന്ന വെള്ള കളർ റേഷൻ കാർഡ് ഉടമകൾ 13/11/2020-നും റേഷൻ കടകളിലെത്തി സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വാങ്ങേണ്ടതാണ്. അതോടൊപ്പം തന്നെ മഞ്ഞ, പിങ്ക്, നീല എന്നീ റേഷൻ കാർഡ് ഉടമകൾ ഇതുവരെ കിറ്റുകൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ഈ ഒരു ദിവസത്തിനകം തന്നെ നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി നിങ്ങളുടെ കിറ്റുകൾ കൈപ്പറ്റാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വിവരം സാധാരണക്കാരായ ജനങ്ങളുടെ അറിവിലേക്കായി പരമാവധി ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്തരത്തിൽ ഏറെ ഉപകാരപ്രദമായ വീഡിയോകൾ നേരത്തെ ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.